പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ ഒരു മനോഹരമായ യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. മനുഷ്യരക്ഷയുടെ മഹാസംഭവം വിശുദ്ധ വേദപുസ്തകത്തിൽ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്നത് ഒറ്റ കഥയായി, ഒറ്റ സംഭവമായി മനസ്സിലാക്കാൻ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മെ സഹായിക്കും. നിങ്ങൾക്ക് BIYindia.com/മലയാളം എന്ന ലിങ്കിൽ ഈ റീഡിംഗ് പ്ലാൻ ലഭ്യമാണ്. ഞാൻ വായിക്കുന്നത് POC പുറത്തിറക്കിയ മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ്. ഇന്ന് 180-ാമത്തെ ദിവസം. ഇന്നത്തെ വായനയുടെ വചനഭാഗങ്ങൾ 2 രാജാക്കന്മാർ അധ്യായങ്ങൾ 13-14, ആമോസിൻ്റെ പുസ്തകം അധ്യായങ്ങൾ 7 മുതൽ 9 വരെ, ഒപ്പം 124-ാം സങ്കീർത്തനം. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനം വായിക്കുകയാണ്. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. 2 രാജാക്കന്മാർ അധ്യായം 13. യെഹോവാഹാസ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ അഹസ്യായുടെ പുത്രൻ യോവാഷിൻ്റെ 23-ാം വർഷത്തിൽ യേഹുവിൻ്റെ മകൻ യെഹോവാഹാസ് സമരിയായിൽ ഇസ്രായേലിൻ്റെ രാജാവായി 17 വർഷം അവൻ ഭരിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാമിൻ്റെ പാപം പിന്തുടർന്ന് അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. അവൻ അതിൽ നിന്ന് പിന്മാറിയില്ല. അപ്പോൾ കർത്താവിൻ്റെ കോപം ഇസ്രായേലിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് അവരെ ആരാം രാജാവായ ഹസായേലിൻ്റെ കരത്തിലും ഹസായേലിൻ്റെ പുത്രൻ ബൻഹദാദിൻ്റെ കരത്തിലും അക്കാലം അത്രയും ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ യെഹോവാഹാസ് കർത്താവിൻ്റെ മുമ്പിൽ യാചിച്ചു. കർത്താവ് അവനെ ശ്രവിച്ചു. ഇസ്രായേലിൻ്റെ കഷ്ടപ്പാടുകൾ അവിടുന്ന് കണ്ടിരുന്നു. എന്തെന്നാൽ ആരാം രാജാവ് അവരെ കഷ്ടപ്പെടുത്തിയിരുന്നു. കർത്താവ് ഇസ്രായേലിന് ഒരു രക്ഷകനെ നൽകി. അങ്ങനെ അവർ ആരാമിൻ്റെ അധീനതയിൽ നിന്ന് പുറത്തു വന്നു. ഇസ്രായേലിയർ മുമ്പത്തെപ്പോലെ തങ്ങളുടെ കൂടാരങ്ങളിൽ വസിച്ചു പോന്നു. എങ്കിലും ജെറോബോവാമിൻ്റെ ഭവനത്തിൻ്റെ പാപത്തിൽ നിന്ന് അവർ പിന്മാറിയില്ല. അവൻ ഇസ്രായേലിനെ വഴിതെറ്റിച്ചിരുന്നല്ലോ. അവർ അതിൽ ചരിച്ചു. സമരിയായിൽ അശേരാ വിഗ്രഹവും സ്ഥിതി ചെയ്തിരുന്നു. 50 അശ്വഭടന്മാരും 10 രഥങ്ങളും 10,000 കാലാൽ പടയും ഒഴികെ യഹോവാഹാസിന് സൈന്യം അവശേഷിച്ചിരുന്നില്ല. കാരണം ആരാം രാജാവ് മെതിക്കളത്തിലെ ധൂളി പോലെ അവയെ മെതിച്ച് നശിപ്പിച്ചിരുന്നു. യഹോവാഹാസിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യഹോവാഹാസ് തൻ്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചു. അവർ അവനെ സമരിയായിൽ സംസ്കരിച്ചു. അവൻ്റെ പുത്രൻ യോവാഷ് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. യഹോവാഷ് ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവ് യോവാഷിൻ്റെ 37-ാം വർഷം യഹോവാഹാസിൻ്റെ മകൻ യഹോവാഷ് സമരിയായിൽ ഇസ്രായേലിന് മേൽ രാജാവായി. 16 വർഷം അവൻ ഭരിച്ചു. അവനും കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ പുത്രൻ ജെറോബോവാമിൻ്റെ പാപങ്ങളിലെല്ലാം നിന്ന് അവൻ പിന്മാറിയില്ല. അവൻ അവയിൽ ചരിച്ചു. യോവാഷിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും യൂദാ രാജാവായ അമസ്യായോട് യുദ്ധം ചെയ്ത് പ്രകടിപ്പിച്ച അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യോവാഷ് തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. തുടർന്ന് അവൻ്റെ സിംഹാസനത്തിൽ ജെറോബോവാം ഉപവിഷ്ടനായി. ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം യോവാഷ് സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. ഏലീഷായുടെ മരണം. ഏലീഷ രോഗിയായി. അവൻ്റെ രോഗം അവന് മരണകരമായി. ഇസ്രായേൽ രാജാവായ യോവാഷ് അവൻ്റെ അടുത്തിറങ്ങി വന്ന് അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, ഇസ്രായേലിൻ്റെ രഥവും അതിൻ്റെ തേരാളികളും. ഏലീഷ അയാളോട് പറഞ്ഞു, അമ്പുകളും വില്ലും എടുക്കുക. അയാൾ അവനു വേണ്ടി അമ്പുകളും വില്ലും എടുത്തു. ഏലീഷ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, വില്ല് കുലയ്ക്കുക. അയാൾ വില്ല് കുലച്ചു. ഏലീഷ തൻ്റെ കരങ്ങൾ രാജാവിൻ്റെ കരങ്ങളിന്മേൽ വെച്ചു. അവൻ പറഞ്ഞു, കിഴക്കോട്ടുള്ള ജനൽ തുറക്കുക. അയാൾ തുറന്നു. ഏലീഷ പറഞ്ഞു, എയ്യുക. അയാൾ എയ്തു. അപ്പോൾ അവൻ തുടർന്നു, കർത്താവിൻ്റെ മോചനാസ്ത്രം, ആരാമിന് മേൽ ഒരു മോചനാസ്ത്രം. ആരാം ഇല്ലാതാകുന്നതുവരെ അഫേക്കിൽ വെച്ച് നീ അതിനെ പ്രഹരിക്കണം. അവൻ പറഞ്ഞു, അമ്പുകളെടുക്കുക. അയാൾ എടുത്തു. അവൻ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു, നിലത്തടിക്കുക. അയാൾ 3 പ്രാവശ്യം അടിച്ചു. എന്നിട്ട് നിർത്തി. ദൈവപുരുഷൻ അയാളോട് കോപിച്ചു.
അവൻ പറഞ്ഞു, നീ 5 6 പ്രാവശ്യം അടിക്കേണ്ടതായിരുന്നു. അങ്ങനെയെങ്കിൽ നീ ആരാമിനെ അതില്ലാതാകുന്നതുവരെ പ്രഹരിക്കുമായിരുന്നു. ഇനി 3 പ്രാവശ്യമേ നീ ആരാമിനെ പ്രഹരിക്കുകയുള്ളൂ. എലീഷ മരിച്ചു. അവർ അവനെ സംസ്കരിച്ചു. വർഷാരംഭത്തിൽ മോവാബിൻ്റെ സംഘങ്ങൾ ദേശത്തിനെതിരെ വരുമായിരുന്നു. ഒരിക്കൽ അവർ ഒരാളെ സംസ്കരിക്കുമ്പോൾ ഇതാ, അവർ ഒരു സംഘത്തെ കണ്ട് ആ ആളെ എലീഷായുടെ കല്ലറയിലേക്ക് എറിഞ്ഞു. അയാൾ ചെന്ന് എലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചു. അപ്പോൾ അയാൾ സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് നിന്നു. യഹോവാഹാസിൻ്റെ കാലം മുഴുവൻ ആരാമിലെ രാജാവായ ഹസായേൽ ഇസ്രായേലിനെ ഞെരുക്കിയിരുന്നു. എന്നാൽ കർത്താവ് അവരോട് ദയാലുവായി, അവരിൽ ആർദ്രതയുള്ളവനായി. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ചെയ്ത ഉടമ്പടിയെ പ്രതി അവിടുന്ന് അവരുടെ നേർക്ക് തിരിഞ്ഞു. അവരെ നശിപ്പിക്കാൻ അവിടുന്ന് ആഗ്രഹിച്ചില്ല. തൻ്റെ മുമ്പിൽ നിന്ന് അവരെ അവിടുന്ന് ഇനിയും പുറന്തള്ളിയിട്ടില്ലായിരുന്നു. ആരാം രാജാവായ ഹസായേൽ മരിച്ചു. അവൻ്റെ പുത്രൻ ബൻഹദാദ് അവൻ്റെ സ്ഥാനത്ത് രാജാവായി. യഹോവാഹാസിൻ്റെ മകൻ യഹോവാഷ് തിരിച്ചുവന്ന് തൻ്റെ പിതാവ് യഹോവാഹാസിൻ്റെ കരത്തിൽ നിന്ന് യുദ്ധത്തിൽ ഹസായേൽ പിടിച്ചെടുത്തിരുന്ന നഗരങ്ങൾ ഹസായേലിൻ്റെ പുത്രനായ ബൻഹദാദിൻ്റെ കരത്തിൽ നിന്ന് പിടിച്ചെടുത്തു. യഹോവാഷ് 3 പ്രാവശ്യം അവനെ പ്രഹരിച്ച് ഇസ്രായേൽ നഗരങ്ങൾ തിരിച്ചു പിടിച്ചു. 2 രാജാക്കന്മാർ അധ്യായം 14. അമസിയ യൂദാ രാജാവ്. യഹോവാഹാസിൻ്റെ പുത്രനായിരുന്ന ഇസ്രായേൽ രാജാവ് യോവാഷിൻ്റെ 2-ാം വർഷം യൂദാ രാജാവായിരുന്ന യോവാഷിൻ്റെ പുത്രൻ അമസിയ രാജാവായി. ഭരണം ആരംഭിച്ചപ്പോൾ അവന് 25 വയസ്സുണ്ടായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേമിൽ നിന്നുള്ള അവൻ്റെ അമ്മയുടെ പേര് യഹോവദാൻ എന്നായിരുന്നു. അവൻ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്തെങ്കിലും പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. തൻ്റെ പിതാവായ യോവാഷ് ചെയ്തതെല്ലാം പോലെ അവനും ചെയ്തു. എങ്കിലും ജനം പൂജാഗിരികൾ നീക്കം ചെയ്തില്ല. അവർ പൂജാഗിരികളിൽ ബലിയർപ്പിക്കുകയും ധൂപമർപ്പിക്കുകയും ചെയ്തു പോന്നു. രാജാധികാരം കയ്യിൽ ഉറച്ചതോടെ അവൻ രാജാവായിരുന്ന തൻ്റെ പിതാവിൻ്റെ ഘാതകരായ സുഹൃത്തിന്മാരെ വധിച്ചു. എന്നാൽ ആ ഘാതകരുടെ മക്കളെ അവൻ കൊന്നില്ല. മക്കളെ പ്രതി പിതാക്കന്മാരോ പിതാക്കന്മാരെ പ്രതി മക്കളോ വധിക്കപ്പെടരുത്. ഓരോരുത്തനും തൻ്റെ പാപത്തെ പ്രതി മാത്രമായിരിക്കണം വധിക്കപ്പെടുന്നത് എന്ന് കർത്താവ് കൽപ്പിച്ചത് മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് പ്രകാരമാണിത്. അവൻ 10,000 ഏദോംകാരെ ഉപ്പ് താഴ്വരയിൽ വെച്ച് കൊല്ലുകയും യുദ്ധത്തിൽ സേല പിടിച്ചെടുക്കുകയും ചെയ്തു. അവനതിനെ യോക്തേൽ എന്ന് പേര് വിളിച്ചു. ഇന്നുവരെയും അതങ്ങനെ വിളിക്കപ്പെടുന്നു. അനന്തരം അമസിയ യേഹുവിൻ്റെ പുത്രനായ യഹോവാഹാസിൻ്റെ പുത്രനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് ദൂതന്മാരെ അയച്ചു, വരൂ, നമുക്ക് മുഖാമുഖം കാണാം. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസിയായ്ക്ക് ഇങ്ങനെ മറുപടി അയച്ചു. ലെബനോനിലുള്ള ഒരു മുൾച്ചെടി ലെബനോനിലുള്ള ഒരു ദേവദാരുവിനോട് ഇങ്ങനെ പറഞ്ഞയച്ചു, നിന്റെ പുത്രിയെ എൻ്റെ പുത്രന് ഭാര്യയായി നൽകുക. എന്നാൽ ലെബനോനിലുള്ള ഒരു വന്യമൃഗം കടന്നുവന്ന് മുൾച്ചെടിയെ ചവിട്ടിത്തേച്ചു കളഞ്ഞു. നീ ഏദോമിനെ കഠിനമായി പ്രഹരിച്ചിരിക്കുന്നു. നിന്റെ ഹൃദയം നിന്നെ ഉദ്ധതനാക്കിയിരിക്കുന്നു. ബഹുമാനിതനായി നിന്റെ വീട്ടിൽ കഴിയുക. തിന്മയാൽ ഉത്തേജിതനായി എന്തിന് നീയും നിന്നോടൊപ്പം യൂദായും നിബദിക്കണം. എന്നാൽ അമസിയ കേട്ടില്ല. അതിനാൽ ഇസ്രായേൽ രാജാവായ യഹോവാഷ് കയറി വന്നു. യൂദായിലുള്ള ബേത്ത്ശമേശിൽ വെച്ച് അവനും അമസിയായും നേർക്കുനേർ കണ്ടുമുട്ടി. ഇസ്രായേലിന് മുന്നിൽ യൂദാ പരാജയപ്പെട്ടു. ഓരോരുത്തരും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് ഓടി രക്ഷപ്പെട്ടു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് ബേത്ത്ശമേശിൽ വെച്ച് അഹസിയായുടെ പുത്രനായ യോവാഷിൻ്റെ പുത്രനും യൂദാ രാജാവുമായ അമസിയായെ ബന്ധിച്ചു. അവൻ ജെറുസലേമിൽ വന്ന് എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ ജെറുസലേം മതിൽ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ കർത്താവിൻ്റെ ആലയത്തിലും രാജഭണ്ഡാരത്തിലും കണ്ടെത്തിയ മുഴുവൻ സ്വർണവും വെള്ളിയും എല്ലാ പാത്രങ്ങളും എടുത്ത് തടവുകാരെയും കൊണ്ട് സമറിയായിലേക്ക് മടങ്ങിപ്പോയി. യഹോവാഷിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതും യൂദാ രാജാവായ അമസിയായോട് യുദ്ധം ചെയ്ത് പ്രകടിപ്പിച്ച അവൻ്റെ ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? യഹോവാഷ് തൻ്റെ പിതാക്കന്മാരോടൊപ്പം ശയിച്ചു. ഇസ്രായേൽ രാജാക്കന്മാരോടൊപ്പം അവൻ സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു. പുത്രൻ ജെറോബോവാം അവൻ്റെ സ്ഥാനത്ത് രാജാവായി. ഇസ്രായേൽ രാജാവായ യഹോവാഹാസിൻ്റെ പുത്രൻ യഹോവാഷിൻ്റെ മരണത്തിന് ശേഷം യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയ 15 വർഷം കൂടിയുണ്ടായിരുന്നു. അമസിയായുടെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം യൂദാ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ജെറുസലേമിൽ അവർ അവനെതിരെ ഗൂഢാലോചന നടത്തിയപ്പോൾ അവൻ ലാഖീഷിലേക്ക് പലായനം ചെയ്തു.
അവർ അവൻ്റെ പിന്നാലെ ലാഖീഷിലേക്ക് ആളയച്ച് അവനെ അവിടെ വെച്ച് വധിച്ചു. അവർ അവനെ കുതിരകളുടെ പുറത്ത് കൊണ്ടുവന്നു. ദാവീദിൻ്റെ നഗരത്തിൽ തൻ്റെ പിതാക്കന്മാരോടൊപ്പം അവൻ ജെറുസലേമിൽ സംസ്കരിക്കപ്പെട്ടു. അനന്തരം യൂദാനിവാസികൾ മുഴുവനും 16 വയസ്സ് മാത്രമുള്ള അസറിയായെ കൊണ്ടുവന്ന് അവൻ്റെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് രാജാവാക്കി. രാജാവ് തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചതിന് ശേഷം അവനാണ് ഏലാത്ത് പണിയുകയും അത് യൂദായിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തത്. ജെറോബോവാം രണ്ടാമൻ ഇസ്രായേൽ രാജാവ്. യൂദാ രാജാവായ യോവാഷിൻ്റെ പുത്രൻ അമസിയായുടെ 15-ാം വർഷം ഇസ്രായേൽ രാജാവായ യോവാഷിൻ്റെ പുത്രൻ ജെറോബോവാം സമറിയായിൽ രാജാവായി. 41 വർഷം അവൻ ഭരിച്ചു. കർത്താവിൻ്റെ ദൃഷ്ടികളിൽ അവൻ തിന്മ പ്രവർത്തിച്ചു. ഇസ്രായേലിനെ വഴിതെറ്റിച്ച നെബാത്തിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ പാപങ്ങളിൽ നിന്നൊന്നും അവൻ പിന്തിരിഞ്ഞില്ല. അവനാണ് ഇസ്രായേലിൻ്റെ അതിർത്തി ലെബോഹമാത്ത് മുതൽ അറാബ കടൽ വരെ പുനഃസ്ഥാപിച്ചത്. ഇത് ഗേത്ത്ഫേഹറിൽ നിന്നുള്ള അമിത്തായിയുടെ പുത്രനും തൻ്റെ ദാസനുമായ യോനാ പ്രവാചകൻ വഴി സംസാരിച്ച ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ വചനമനുസരിച്ചായിരുന്നു. കാരണം ഇസ്രായേലിൻ്റെ ദുരിതം വളരെ കഠിനമാണെന്ന് കർത്താവ് കണ്ടു. അടിമയില്ല, സ്വതന്ത്രനുമില്ല, ഇസ്രായേലിന് സഹായകനാരുമില്ല. ഇസ്രായേലിൻ്റെ നാമം ആകാശത്തിന് കീഴിൽ നിന്ന് തുടച്ചു മാറ്റുമെന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. അതിനാൽ അവിടുന്ന് അവരെ യോവാഷിൻ്റെ പുത്രനായ ജെറോബോവാമിൻ്റെ കരത്താൽ രക്ഷിച്ചു. ജെറോബോവാമിൻ്റെ പ്രവൃത്തികളുടെ ശിഷ്ടഭാഗവും അവൻ ചെയ്തതൊക്കെയും അവൻ യുദ്ധം ചെയ്ത് പ്രകടിപ്പിച്ച ശക്തി വൈഭവവും ദമാസ്കസും ഹമാത്തും യൂദായിൽ നിന്ന് വീണ്ടെടുത്ത് ഇസ്രായേലിൽ ചേർത്തതും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്ത ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിട്ടില്ലേ? ജെറോബോവാം ഇസ്രായേൽ രാജാക്കന്മാരായ തൻ്റെ പിതാക്കന്മാരോടുകൂടെ ശയിച്ചു. അവൻ്റെ പുത്രൻ സക്കറിയ അവൻ്റെ സ്ഥാനത്ത് രാജാവായി. ആമോസ് അധ്യായം 7. ദർശനങ്ങൾ. നാഥനായ കർത്താവ് എനിക്ക് പ്രകാരം കാണിച്ചു തന്നു. ഇതാ വസന്തവിള മുളച്ചു പൊന്താൻ തുടങ്ങിയപ്പോൾ അവിടുന്ന് വെട്ടിക്കിളിപ്പറ്റത്തെ രൂപപ്പെടുത്തുന്നു. രാജാവിൻ്റെ കൊയ്ത്തിന് ശേഷമുള്ള വസന്തവിളയായിരുന്നു അത്. അവ ദേശത്തെ പച്ചപ്പ് തിന്നൊടുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു, നാഥനായ കർത്താവെ പൊറുത്താലും യാക്കോബിന് ആരെ ചെറുക്കാനാവും? അവൻ ചെറിയവനാണല്ലോ. കർത്താവ് അതേക്കുറിച്ച് പരിതപിച്ചു. കർത്താവ് അരുൾ ചെയ്തു, അത് സംഭവിക്കുകയില്ല. നാഥനായ കർത്താവ് എനിക്ക് പ്രകാരം കാണിച്ചു തന്നു. ഇതാ നാഥനായ കർത്താവ് അഗ്നിയെ ആക്രമണത്തിനായി ആഹ്വാനം ചെയ്യുന്നു. അത് അത്യഗാധത്തെ വിഴുങ്ങി ഇനി അവകാശഭൂമിയെ ദഹിപ്പിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നാഥനായ കർത്താവെ മതിയാക്കിയാലും യാക്കോബിന് ആരെ ചെറുക്കാനാവും? അവൻ ചെറിയവനാണല്ലോ. കർത്താവ് അതേക്കുറിച്ച് പരിതപിച്ചു. നാഥനായ കർത്താവ് അരുൾ ചെയ്തു, അതും സംഭവിക്കുകയില്ല. അവിടുന്ന് എനിക്ക് പ്രകാരം കാണിച്ചു തന്നു. ഇതാ തൂക്കുകട്ട പിടിച്ചു പണിത ഒരു മതിലിനോട് ചേർന്ന് നാഥൻ നിലയുറപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ കയ്യിൽ ഒരു തൂക്കുകട്ട. കർത്താവ് എന്നോട് ചോദിച്ചു, ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു തൂക്കുകട്ട എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മധ്യേ ഞാനൊരു തൂക്കുകട്ട പിടിക്കുന്നു. ഇനിമേൽ ഞാൻ അവരെ ശിക്ഷിക്കാതിരിക്കുകയില്ല. ഇസഹാക്കിൻ്റെ പൂജാഗിരികൾ നിർജ്ജനമാകും. ഇസ്രായേലിൻ്റെ വിശുദ്ധ സ്ഥലങ്ങൾ ശൂന്യമാകും. ജെറോബോവാമിൻ്റെ ഭവനത്തിനെതിരെ ഞാൻ വാളുമായി എഴുന്നേൽക്കും. ആമോസിന് ബേഥേലിൽ മുടക്ക്. അപ്പോൾ ബേഥേലിലെ പുരോഹിതനായ അമാസിയ ഇസ്രായേൽ രാജാവായ ജെറോബോവാമിനോട് പറയാനായി ആളയച്ചു, നിനക്കെതിരെ ഇസ്രായേൽ ഭവനത്തിന് മധ്യേ ആമോസ് ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അവൻ്റെ വാക്കുകളെല്ലാം ഉൾക്കൊള്ളാൻ നാടിന് കഴിയുന്നില്ല. കാരണം ആമോസ് ഇപ്രകാരം പറയുന്നു, ജെറോബോവാം വാൾ മൂലം മരിക്കും. ഇസ്രായേൽ സ്വന്തം നാട്ടിൽ നിന്ന് പ്രവാസത്തിലേക്ക് തീർച്ചയായും പോവും. ആമോസിനോട് അമാസിയ പറഞ്ഞു, ദീർഘദർശി, പോകൂ, യൂദാ നാട്ടിലേക്ക് പലായനം ചെയ്യൂ. അവിടെ അപ്പം ഭക്ഷിച്ചുകൊള്ളുക. അവിടെ നിനക്ക് പ്രവചിക്കാം. ഇനിയും നീ ബേഥേലിൽ പ്രവചിക്കുന്നത് തുടരരുത്. എന്തെന്നാൽ ഇത് രാജാവിൻ്റെ ശ്രീകോവിലാണ്, രാജ്യത്തിൻ്റെ ക്ഷേത്രവുമാണ്. അമാസിയായോട് ആമോസ് മറുപടി പറഞ്ഞു, ഞാനൊരു പ്രവാചകനല്ല, ഞാനൊരു പ്രവാചകപുത്രനുമല്ല. എന്തെന്നാൽ ഞാൻ ഒരു ഇടയനാണ്, സിക്കമൂർ ഫലങ്ങൾ പെറുക്കുന്നവനുമാണ്. ആട്ടിൻപറ്റത്തിനരികെ നിന്ന് എന്നെ കർത്താവ് സ്വന്തമാക്കി. എന്നോട് കർത്താവ് അരുൾ ചെയ്തു, നീ പോയി എൻ്റെ ജനമായ ഇസ്രായേലിനോട് പ്രവചിക്കുക. അതിനാൽ ഇപ്പോൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. ഇസ്രായേലിനെതിരെ പ്രവചിക്കരുതെന്നും ഇസഹാക്കിൻ്റെ ഭവനത്തിനെതിരെ പ്രസംഗിക്കരുതെന്നും നീ പറയുന്നു. അതിനാൽ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു, നിന്റെ ഭാര്യ നഗരത്തിൽ വേശ്യാവൃത്തി ചെയ്യും. നിന്റെ പുത്രന്മാരും പുത്രികളും വാളാൽ നിബദിക്കും.
നിന്റെ മണ്ണ് ചരടുകൊണ്ട് പങ്കിടപ്പെടും. നീയാകട്ടെ മലിനമായ ദേശത്ത് വെച്ച് മരിക്കും. ഇസ്രായേലാകട്ടെ സ്വദേശത്ത് നിന്ന് പ്രവാസത്തിലേക്ക് പോകും തീർച്ച. ആമോസ് അധ്യായം 8. ഇസ്രായേലിൻ്റെ നാശം. നാഥനായ കർത്താവ് എനിക്കിങ്ങനെ ഒരു ദർശനം നൽകി. ഇതാ ഒരു കുട്ട ഗ്രീഷ്മഫലം. അവിടുന്ന് ചോദിച്ചു, ആമോസ്, നീ എന്ത് കാണുന്നു? ഒരു കുട്ട ഗ്രീഷ്മഫലം, ഞാൻ പറഞ്ഞു. അപ്പോൾ കർത്താവ് എന്നോട് അരുൾ ചെയ്തു, എൻ്റെ ജനമായ ഇസ്രായേലിന് അന്ത്യം വന്നിരിക്കുന്നു. ഇനിമേൽ ഞാൻ അവരെ ശിക്ഷിക്കാതിരിക്കുകയില്ല. കൊട്ടാരത്തിലെ ഗാനങ്ങൾ അന്ന് വിലാപമാകും. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. എല്ലായിടത്തും അവിടുന്ന് ചിതറിച്ച മൃതദേഹങ്ങൾ അനവധിയാണ്. നിശബ്ദത. ദേശത്തെ പാവപ്പെട്ടവരെ നശിപ്പിക്കാൻ വേണ്ടി ദരിദ്രരെ ചവിട്ടിമെതിക്കുന്നവരെ ഇത് കേൾക്കുവിൻ. നിങ്ങൾ ചോദിക്കുന്നു, ഏഫാ ചെറുതാക്കിയും ഷെക്കൽ വലുതാക്കിയും കള്ളത്രാസുണ്ടാക്കിയും നമുക്ക് ഗോതമ്പ് വിൽക്കേണ്ടതിന് സാബത്തും ധാന്യങ്ങൾ വിറ്റഴിക്കേണ്ടതിന് അമാവാസിയും കഴിയുന്നതെപ്പോൾ? ദരിദ്രരെ വെള്ളിക്കും അഗതിയെ ഒരു ജോടി ചെരുപ്പിനും വിലയ്ക്ക് വാങ്ങാനും പതിര് നാം വിറ്റഴിക്കാനും അവ കഴിയുന്നതെപ്പോൾ? യാക്കോബിൻ്റെ അഭിമാനമാണേ, കർത്താവ് ശപഥം ചെയ്യുന്നു, അവരുടെ പ്രവൃത്തികളൊന്നും ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഇത് നിമിത്തം ഭൂമി പ്രക്ഷുബ്ധമാവുകയും അതിൽ വസിക്കുന്നവരെല്ലാം വിലപിക്കുകയും അത് മുഴുവൻ നൈൽ പോലെ ഉയരുകയും ഈജിപ്തിലെ നദി പോലെ താഴ്ന്നിറങ്ങുകയും ചെയ്യുകയില്ലേ? ആ ദിനത്തിൽ ഇത് സംഭവിക്കും. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. മധ്യാഹ്നത്തിൽ സൂര്യൻ അസ്തമിക്കാൻ ഞാൻ ഇടയാക്കും. നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിൽ ആഴ്ത്തും. നിങ്ങളുടെ ഉത്സവങ്ങൾ വിലാപമായും നിങ്ങളുടെ ഗാനങ്ങളെല്ലാം ചരമഗീതമായും ഞാൻ മാറ്റും. എല്ലാ അരകളിലും ഞാൻ ചാക്കുടിപ്പിക്കും. ഓരോ ശിരസിനും കഷണ്ടി വരുത്തും. ഞാനത് ഏകജാതനെക്കുറിച്ചുള്ള വിലാപം പോലെയാക്കും. അതിൻ്റെ അന്ത്യം തിക്തദിനം പോലെയാകും. നാഥനായ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതാ ദേശത്ത് ഞാൻ ക്ഷാമം അയക്കുന്ന നാളുകൾ വരുന്നു. ക്ഷാമം ഭക്ഷണത്തിൻ്റേതല്ല, ദാഹം ജലത്തിനു വേണ്ടിയല്ല, മറിച്ച് കർത്തൃവചനങ്ങൾ കേൾക്കാത്തതിൻ്റേതാണ്. അന്നവർ കടൽ മുതൽ കടൽ വരെയും വടക്കു മുതൽ കിഴക്ക് വരെയും അലഞ്ഞു നടക്കും. കർത്താവിൻ്റെ വചനം തേടാൻ അവർ ഉഴലുമെങ്കിലും കണ്ടെത്തുകയില്ല. അന്ന് സുന്ദരികളായ കന്യകമാരും യുവാക്കളും ദാഹം കൊണ്ട് മൂർച്ഛിച്ചു വീഴും. സമരിയായുടെ വിഗ്രഹത്താൽ ശപഥം ചെയ്യുന്നവർ, ദാനേ നിന്റെ ദൈവമാണേ, ബർഷേബായുടെ മാർഗമാണേ എന്ന് പറയുന്നവർ നിലംപതിക്കും. ഇനി അവർ എഴുന്നേൽക്കുകയില്ല. ആമോസ് അധ്യായം 9. ബലിപീഠത്തിനരികെ നാഥൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവിടുന്ന് അരുൾ ചെയ്തു, പൂമുഖങ്ങൾ കുലുങ്ങുമാറ് പോതികയിൽ അടിക്കുക. അവരുടെയെല്ലാം തലയിൽ അവ വെട്ടിയിടുക. അവശേഷിക്കുന്നവരെ ഞാൻ വാളിനിരയാക്കും. അവരിൽ ഒളിച്ചോടുന്നവന് പലായനം ചെയ്യാനാകില്ല. അവരിൽ അഭയാർത്ഥിക്ക് രക്ഷപ്പെടാനുമാകില്ല. അവർ പാതാളത്തിലേക്ക് തുരന്നിറങ്ങിയാലും അവിടെ നിന്ന് എൻ്റെ കൈ അവരെ പിടിക്കും. ആകാശത്തിലേക്ക് അവർ കയറിപ്പോയാലും അവിടെ നിന്ന് ഞാൻ അവരെ ഇറക്കിക്കൊണ്ടുവരും. കാർമൽ ശൃംഗത്തിൽ ഒളിച്ചാലും അവിടെ നിന്ന് ഞാൻ അവരെ തിരഞ്ഞു പിടിക്കും. എൻ്റെ കൺമുമ്പിൽ നിന്നവർ കടലിൻ്റെ അടിത്തട്ടിൽ ഒളിച്ചിരുന്നാലും അവിടെ സർപ്പത്തിന് ഞാൻ കൽപ്പന കൊടുക്കും. അതവരെ ദംശിക്കും. തങ്ങളുടെ ശത്രുക്കളുടെ മുമ്പാകെ അവർ പ്രവാസത്തിലേക്ക് പോയാലും അവിടെ വാളിനോട് ഞാൻ ആജ്ഞാപിക്കും. അതവരെ വധിക്കും. അവരുടെ മേൽ ഞാൻ എൻ്റെ ദൃഷ്ടികൾ പതിക്കും, നന്മയ്ക്കായല്ല തിന്മയ്ക്കായി. ഈ ഭൂമിയെ സ്പർശിക്കുന്നവനാണ് സൈന്യങ്ങളുടെ കർത്താവായ നാഥൻ. അവിടുത്തെ സ്പർശനത്തിൽ അതുരുകിപ്പോകുന്നു. അതിൽ വസിക്കുന്നവരെല്ലാം വിലപിക്കുകയും അത് മുഴുവൻ നൈൽ പോലെ ഉയരുകയും ഈജിപ്തിലെ നദി പോലെ താഴ്ന്നിറങ്ങുകയും ചെയ്യും. അവിടുന്ന് ആകാശങ്ങളിൽ തൻ്റെ പടികൾ തീർത്തവനാണ്. തൻ്റെ വിധാനം അവിടുന്ന് ഭൂമിയുടെ മേൽ ഉറപ്പിച്ചു. അവിടുന്ന് കടൽ ജലത്തെ വിളിച്ചവനാണ്. അതിനെ അവിടുന്ന് ഭൂതലത്തിൽ വർഷിച്ചു. കർത്താവെന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിലെ നിങ്ങൾ എനിക്ക് എത്യോപ്യക്കാരെ പോലെയല്ലേ? കർത്താവിൻ്റെ അരുളപ്പാട്. ഇസ്രായേൽക്കാരെ ഈജിപ്ത് ദേശത്തു നിന്നും ഫിലിസ്തരെ കഫ്തോറിൽ നിന്നും സിറിയക്കാരെ കീറിൽ നിന്നും കൊണ്ടുവന്നത് ഞാനല്ലേ? ഇതാ പാപപങ്കിലമായ രാജ്യത്തിൻ്റെ മേൽ നാഥനായ കർത്താവിൻ്റെ ദൃഷ്ടികൾ. ഭൂമുഖത്തു നിന്ന് ഞാനതിനെ നശിപ്പിക്കും. യാക്കോബിൻ്റെ ഭവനം പൂർണ്ണമായും നശിപ്പിക്കുകയില്ലെന്ന് മാത്രം കർത്താവിൻ്റെ അരുളപ്പാട്. എന്തെന്നാൽ ഇതാ ഞാൻ കൽപ്പന നൽകുന്നു. അരിപ്പയിൽ അരിക്കപ്പെടുന്നത് പോലെ സർവ്വജനതകൾക്കുമിടയിൽ ഇസ്രായേൽ ഭവനത്തെ ഞാൻ പാറ്റും. ഒരു തരിയും നിലത്ത് വീഴുകയില്ല. തിന്മ ഞങ്ങളെ സമീപിക്കുകയോ നേരിടുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞ എൻ്റെ ജനത്തിനിടയിലുള്ള പാപികൾ മുഴുവൻ വാളാൽ മരിക്കും. ഇസ്രായേലിൻ്റെ പ്രതീക്ഷ. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ ഉയർത്തും. ഞാൻ അതിൻ്റെ വിള്ളലുകൾ അടയ്ക്കും. അതിൻ്റെ നഷ്ടാവശിഷ്ടങ്ങൾ ഞാൻ പുനരുദ്ധരിക്കും.
പഴയ കാലത്തെന്ന പോലെ ഞാനത് പുതുക്കിപ്പണിയും. അവർ ഏദോമിൻ്റെ ശിഷ്ടഭാഗത്തെയും എൻ്റെ നാമത്തിൽ അറിയപ്പെട്ടിരുന്ന ജനതകളെയും അവകാശമാക്കാൻ വേണ്ടിയാണിത്. ഇത് ചെയ്യുന്നവനായ കർത്താവിൻ്റെ അരുളപ്പാട്. കർത്താവിൻ്റെ അരുളപ്പാട്: ഇതാ ദിനങ്ങൾ വരുന്നു, ഉഴവുകാരൻ കൊയ്ത്തുകാരനൊപ്പമെത്തും. മുന്തിരി മെതിക്കുന്നവൻ വിത്ത് വിതയ്ക്കുന്നവനും. പർവ്വതങ്ങൾ മധുരവീഞ്ഞ് പൊഴിക്കും, കുന്നുകളെല്ലാം കുതിരും. എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ അടിമത്തം ഞാൻ നീക്കിക്കളയും. തകർന്ന നഗരങ്ങൾ പുനരുദ്ധരിച്ചവർ വാസമാക്കും. മുന്തിരിത്തോപ്പുകൾ നട്ടുപിടിപ്പിച്ച് അവർ അവയിലെ വീഞ്ഞു കുടിക്കും. അവർ തോട്ടങ്ങളുണ്ടാക്കി അവയുടെ ഫലം ഭക്ഷിക്കും. അവരുടെ ദേശത്ത് ഞാൻ അവരെ നട്ടുവളർത്തും. ഞാൻ അവർക്ക് നൽകിയ ദേശത്ത് നിന്ന് അവർ ഇനിയും പിഴുതെറിയപ്പെടുകയില്ല. നിന്റെ ദൈവമായ കർത്താവാണ് അരുൾ ചെയ്യുന്നത്. സങ്കീർത്തനങ്ങൾ 124. കർത്താവിൻ്റെ നാമം നമ്മുടെ രക്ഷ. ആരോഹണഗീതം ദാവീദിൻ്റേത്. നമ്മുടെ പക്ഷത്തുള്ളവൻ കർത്താവല്ലായിരുന്നെങ്കിൽ, ഇസ്രായേൽ പറയട്ടെ, നമ്മുടെ പക്ഷത്തുള്ളവൻ കർത്താവല്ലായിരുന്നെങ്കിൽ, എപ്പോൾ മനുഷ്യഗണം നമുക്കെതിരെ എഴുന്നേറ്റോ, എപ്പോൾ അവരുടെ കോപം നമുക്കെതിരെ ജ്വലിച്ചോ, അപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങുമായിരുന്നു. അപ്പോൾ വെള്ളം നമ്മെ കവിഞ്ഞൊഴുകുമായിരുന്നു. ജലപ്രവാഹം നമ്മുടെ കഴുത്തിനുമേൽ കവിയുമായിരുന്നു. അപ്പോൾ ആർത്തിരമ്പുന്ന വെള്ളം നമ്മുടെ കഴുത്തിനുമേൽ കവിയുമായിരുന്നു. കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവിടുന്ന് നമ്മെ അവരുടെ പല്ലുകൾക്കിരയായി കൊടുത്തില്ല. വേടന്മാരുടെ കെണിയിൽ നിന്ന് പക്ഷി എന്ന പോലെ നമ്മുടെ ജീവൻ രക്ഷിക്കപ്പെട്ടു. കെണി തകർക്കപ്പെട്ടു, നാം രക്ഷിക്കപ്പെടുകയും ചെയ്തു. നമ്മുടെ സഹായം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ കർത്താവിൻ്റെ നാമത്തിലാണ്. പ്രിയപ്പെട്ടവരെ, 180 ദിവസത്തിലേക്ക് നമ്മുടെ വചനപാരായണത്തെ ദൈവമായ കർത്താവ് അവിടുത്തെ മനോഹരമായ പരിപാലനയിൽ എത്തിക്കുന്ന അവിടുത്തെ ആ വലിയ കരുണയെ നമ്മൾ ഇന്ന് നന്ദിയോടെ അനുസ്മരിച്ചുകൊണ്ട് വേണം നമ്മുടെ വചനവായന ഓരോ ദിവസവും പൂർത്തിയാക്കാൻ. ഇന്ന് ഈ 180 ദിവസത്തിൽ കർത്താവ് വളരെ വിലപ്പെട്ട പല പ്രേരണകളും ഈ വചനവായനയിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. എലീഷായുടെ മരണത്തെക്കുറിച്ചുള്ള വായന നടത്തിയപ്പോൾ ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഒരു ദൈവമനുഷ്യൻ, ആ മനുഷ്യൻ്റെ ദൈവ ശുശ്രൂഷ അയാളുടെ മരണനേരത്തോ മരണത്തിന് ശേഷമോ അവസാനിക്കുന്നില്ല. അദ്ദേഹം തൻ്റെ മരണത്തിൻ്റെ സമയത്തും മരണത്തിൻ്റെ തൊട്ടുമുമ്പും രാജാവിനോട് പ്രവചിക്കുകയാണ്. എലീഷ അദ്ദേഹം മരിച്ചു കഴിഞ്ഞതിന് ശേഷവും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയാണ്. വർഷാരംഭത്തിൽ മോവാബുകാർ കൂട്ടം കൂട്ടമായി ഇസ്രായേലിനെ ആക്രമിക്കാൻ വരുന്ന ഒരു സമയത്ത് അത്തരമൊരു സംഘത്തെ കാണുമ്പോൾ ഒരു മൃതദേഹത്തെ സംസ്കരിക്കാൻ പോയ ഒരു കൂട്ടം ആളുകൾ മോവാബിരെ ഭയന്ന് ഈ യഹൂദൻ്റെ മൃതദേഹം ഒരു സെമിത്തേരിയിലേക്ക്, ഒരു കല്ലറയിലേക്ക് വലിച്ചെറിയുകയും അവിടെ അത് എലീഷായുടെ കല്ലറയായിരുന്നു. ആ കല്ലറയിലെ എലീഷായുടെ അസ്ഥികളെ ഈ മൃതദേഹം സ്പർശിച്ചപ്പോൾ അവൻ സ്വന്തം കാലുകളിൽ എഴുന്നേറ്റ് ജീവനുള്ളവനായി നിന്നു എന്ന് നമ്മൾ വായിക്കുകയും ചെയ്യുന്നു. അതായത് മരണത്തിന് ശേഷവും അദ്ദേഹത്തിൻ്റെ ഛേദനയേറ്റ ശരീരം പോലും അത്ഭുതം പ്രവർത്തിക്കുകയാണ്. മുഖത്തോട് മുഖം ഒരാൾ മരണത്തെ നേരിട്ട് കാണുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരാൾ മരണത്തോടടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരാളുടെ മരണനേരത്താണ് അയാൾ എങ്ങനെ ജീവിച്ചു എന്നൊക്കെ ലോകം തിരിച്ചറിയാൻ പോകുന്നത്. ഇവിടെ എലീഷ ഒരു ദൈവമനുഷ്യൻ്റെ അസാധാരണമായൊരു സാധ്യതയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. മരണനേരത്തും മരിച്ചതിന് ശേഷവും ഒരാൾക്ക് തൻ്റെ ദൈവിക ശുശ്രൂഷകൾ തുടരാൻ കഴിയും. വളരെ നന്മ നിറഞ്ഞതും ദൈവത്തോട് ചേർന്ന് നടത്തിയതുമായ ഒരു ജീവിതത്തിൻ്റെ നിശ്ചയമായും സ്വാഭാവികമായും ലഭിക്കുന്ന ഒരു അനന്തരഫലമായി വേണം അത്തരമൊരു ജീവിത ഭാഗ്യത്തെ നമ്മൾ കാണേണ്ടത്. യൂദാ രാജാവായ അമസ്യായെക്കുറിച്ചുള്ള വായനയിൽ ഒരു വാചകം പ്രത്യേകമായിട്ടെൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞു. അമസ്യ കർത്താവിൻ്റെ ദൃഷ്ടിയിൽ നന്മ പ്രവർത്തിച്ചെങ്കിലും അയാൾ തൻ്റെ പിതാവായ ദാവീദിനെ പോലെ ആയിരുന്നില്ല. യൂദായിലെ ഓരോ രാജാവിനെയും വചനം അളക്കുന്നത് ദാവീദിനെ വെച്ചിട്ടാണ്. നിങ്ങൾ ഓർക്കണം, എന്തുമാത്രം തിന്മകളിലൂടെ കടന്നുപോയ ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഈ പുകഴ്ത്തുപാട്ട്. എന്താണ് ഈ തിരുവചനം ഇത്രമാത്രം ഓർമ്മകളുടെ മാധുര്യം കാത്തു സൂക്ഷിച്ച് ദാവീദിനെ ഹൃദയത്തിലെടുത്തു വെക്കാൻ കാരണം? ദാവീദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അയാൾ ഉള്ളു തുറന്ന് ദൈവത്തെ സ്നേഹിച്ചു എന്നതാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നതോ ഇനി മറുവശത്ത് അയാളുടെ ജീവിതത്തിൽ വീഴ്ചകൾ വന്നു എന്നതോ ഒന്നുമല്ല. മറിച്ച് അയാൾ ദൈവത്തെ അഗാധമായും ആഴമായും പ്രണയിക്കുന്ന ഒരു ഹൃദയം ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നു.
കർത്താവിനെ സ്നേഹിച്ചവൻ്റെ ഓർമ്മകൾക്ക് മരണമില്ല. തിരുവെഴുത്തുകൾ കൂടെ കൂടെ അയാളെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആമോസിൻ്റെ പുസ്തകത്തിലെ വായനയിലേക്ക് വരുമ്പോൾ 7 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ആമോസിന് ലഭിക്കുന്ന ഇസ്രായേലിൻ്റെ നാശത്തെക്കുറിച്ച് ആമോസിന് കിട്ടുന്ന 5 ദർശനങ്ങളും ഇസ്രായേലിൻ്റെ നാശത്തെക്കുറിച്ച് മാത്രമല്ല, പിന്നീട് ഇസ്രായേലിൻ്റെ റെസ്റ്റോറേഷനെക്കുറിച്ച്, പുനരുദ്ധാരണത്തെക്കുറിച്ച് ലഭിക്കുന്ന 5 വാഗ്ദാനങ്ങളുമാണ് നമ്മൾ 7, 8, 9 അധ്യായങ്ങളിൽ വായിക്കുന്നത്. 5 ഇസ്രായേലിൻ്റെ നാശത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും 5 ദർശനവും പുനരുദ്ധാരണത്തെക്കുറിച്ചുള്ള 5 പ്രോമിസുകളും വാഗ്ദാനങ്ങളും. ഇവിടെ മനോഹരമായ ചില വാക്യങ്ങളുണ്ട്. അതിലെ ഒരു വാക്യമാണ്, ഇസ്രായേൽ നശിപ്പിക്കപ്പെടും എന്ന വിധത്തിലെ ദർശനങ്ങൾ നൽകുമ്പോൾ ആമോസ് ദൈവസന്നിധിയിൽ നടത്തുന്ന ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഫലദായകമാവുകയും ദൈവം ആ ശിക്ഷ മാറ്റിവെക്കുകയും ചെയ്യുന്നു എന്നാണ് വായിച്ചത്. അവിടെ ആമോസിൻ്റെ പ്രാർത്ഥനയിലെ മനോഹരമായൊരു ഭാഗം എങ്ങനെയാണ്? കർത്താവേ, യാക്കോബിന് ആരെ ചെറുക്കാനാവും? അവൻ തീരെ ചെറിയവനാണല്ലോ. ഞാൻ നിസ്സഹായനാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് എന്നെ സഹായിക്കണം എന്നൊരാൾ ദൈവത്തോട് പറഞ്ഞാൽ അവിടെ ദൈവം പരിതപിക്കും, ദൈവം അനുതപിക്കും, ദൈവം തൻ്റെ മനസ്സ് മാറ്റും എന്നാണ് ആമോസ് പറയുന്നത്. യാക്കോബിന് ആരെ ചെറുക്കാൻ കഴിയും? അവൻ തീരെ ചെറിയവനാണല്ലോ. ഒരിക്കൽ കുമ്പസാരത്തിൻ്റെ സമയത്താണ് എന്നോട് എൻ്റെ കുമ്പസാരക്കാരൻ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ പറയാൻ, ദാനിയേലിന് ആരെ ചെറുക്കാനാവും? അവൻ തീരെ ചെറിയവനാണല്ലോ. നിങ്ങൾ ഈ യാക്കോബിന് എന്ന ആ സ്ഥാനത്ത് നിങ്ങളുടെ പേര് വെക്കുക. എന്നിട്ട് ഒരു 3 ആവർത്തി ഇന്നതെന്ന് പറയാൻ ശ്രമിക്കുക. ഞാൻ തീരെ ചെറിയവനാണല്ലോ, എനിക്ക് ആരെ ചെറുക്കാൻ കഴിയും? ആമോസിന് ബേഥേലിൽ പ്രവചിക്കുന്നതിന് മുടക്ക് ലഭിക്കുകയാണ്. അവിടെ അദ്ദേഹം തൻ്റെ നിസ്സഹായതയും നിസ്സാരത്വവും വെളിപ്പെടുത്തുന്ന ചില വാചകങ്ങൾ പറയുന്നു. എനിക്ക് പ്രവാചക പാരമ്പര്യമില്ല, ഞാൻ പ്രവാചകപുത്രനല്ല, ഞാനൊരു സാധാരണ ആട്ടിടയനാണ്, സിക്കമൂർ ഫലങ്ങൾ ശേഖരിക്കുന്നവനാണ്. പക്ഷെ ദൈവം ഒരു നിയോഗം കൊടുത്തു കഴിയുമ്പോൾ, രാജാവ് ശാസിച്ചിട്ടും വിലക്കിയിട്ടും പോലും ദൈവം ഏൽപ്പിച്ച ആ നിയോഗം എത്ര ധൈര്യത്തോടും എത്ര വിശ്വസ്തയോടും കൂടിയാണ് ഈ ആമോസ് പൂർത്തിയാക്കുന്നത്. പ്രവാചകന്മാരിൽ വെളിപ്പെട്ട ഈ അസാധാരണ ധൈര്യം ഈ നാളുകളിൽ, തിന്മ പ്രബലമാവുന്ന ഈ നാളുകളിൽ ദൈവത്തിൻ്റെ ജനത്തിന് ലഭിക്കേണ്ടതുണ്ട്. ഗ്രീഷ്മഫലം പഴുത്തു പാകമായതുപോലെ ഇസ്രായേൽ ശിക്ഷയ്ക്ക് പഴുത്തു പാകമായി എന്ന സൂചനയാണ് പിന്നീട് നമ്മൾ വായിച്ചത്. അവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവചനം വചനത്തിനു വേണ്ടി ക്ഷാമമുണ്ടാകും എന്ന ഒരു പ്രവചനമാണ്. കര മുതൽ കര വരെയും കടൽ മുതൽ കടൽ വരെയും അന്വേഷിച്ചുഴറിയാലും വചനം കണ്ടെത്താതെ യുവതിമാരും കന്യകമാരും മൂർച്ഛിച്ചു വീഴുന്ന ഒരു കാലം. ദൈവം നമ്മോട് സംസാരിക്കാതെ ആയാൽ അതൊരു ഭയാനകമായ കാലമായിരിക്കും എന്ന് നമ്മൾ ഓർക്കണം. ദൈവം സംസാരിക്കുന്ന സന്ദർഭങ്ങളെ വിലമതിക്കാൻ അത് നമ്മളെ സഹായിക്കും. 9-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ മനോഹരമായൊരു സൂചനയുണ്ട്. ഫിലിസ്ത്യരെ കഫ്തോറിൽ നിന്ന് കൊണ്ടുവന്നത് ഞാനാണ്. അതായത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഏതാണ്ട് അതേ സമയത്ത് തന്നെ ഫിലിസ്ത്യരെ കഫ്തോറിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് ദൈവം കൊണ്ടുവന്നു എന്നാണ് സൂചന. എന്താണ് അതിൻ്റെ അർത്ഥം? ഇസ്രായേൽക്കാരെ കൊണ്ടുവന്ന അതേ സമയത്തോ ഒരുപക്ഷെ അതിനോടനുബന്ധമായോ മറ്റ് ജനതകളെയും ദൈവം അതിനു ചുറ്റുമൊക്കെ വാസമുറപ്പിച്ചിട്ടുണ്ട് എന്നാണ് സൂചന. എന്തിനായിരിക്കും അത്? ഇസ്രായേലിന് ദൈവം വച്ചിരുന്ന ഒരു താക്കീതും ഒരു മുന്നറിയിപ്പും ഒരു തിരുത്തൽ ശക്തിയുമായിരുന്നു ചുറ്റുമുണ്ടായിരുന്ന ജനതകൾ. നമ്മളൊരു കാര്യം ഓർക്കണം, നമ്മളെപ്പോൾ നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീത ദിശയിൽ യാത്ര ചെയ്യുന്നോ അപ്പോഴൊക്കെ നമ്മെ നിയന്ത്രിക്കാൻ ദൈവം നമ്മുടെ ചുറ്റിനും പലരെയും ദൈവം തന്നെ നിർത്തിയിട്ടുണ്ട് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആമോസിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് ഒരു വിഷാദത്തിലോ നിരാശയിലോ അല്ല. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന മനോഹരമായ ചില കാര്യങ്ങളുടെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണ് ആമോസിൻ്റെ പ്രവചന ശുശ്രൂഷ അവസാനിക്കുന്നത്. ദാവീദിൻ്റെ വീണുപോയ കൂടാരം ഞാൻ വീണ്ടും പണിതുയർത്തും. ദാവീദിൻ്റെ വീണുപോയ ആ കൂടാരം സഭയാണ് എന്ന് പുതിയ നിയമത്തിൽ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. തിരുസഭയിലൂടെ തകർന്നുപോയ ഇസ്രായേലിൻ്റെ ആ വീണുപോയ കൂടാരത്തെ ദൈവം പണിതുയർത്തും. അത് പണിതുയർത്തപ്പെടുന്നത് ദാവീദിൻ്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയാണ്. ക്രിസ്തുവിലൊടുവിൽ എല്ലാം പുനരുദ്ധരിക്കപ്പെടും, എല്ലാ തകർച്ചകളും ഇല്ലാതാവും, എല്ലാ മോഹഭംഗങ്ങളും പ്രത്യാശയ്ക്ക് വഴിമാറുകയും ചെയ്യും.
നല്ല കർത്താവെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എത്ര വലിയ ദാനമാണ് അങ്ങ് വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങൾക്ക് നൽകുന്നത്. കർത്താവെ, സാർത്ഥകമായ ഒരു ജീവിതമായിരുന്നു എലീഷായുടേത്. അർത്ഥപൂർണമായ ഈ ജീവിതം സത്യത്തിൽ മരിക്കുന്ന നേരത്തും മരണത്തിന് ശേഷവും വിസ്മയാവഹമായ കാര്യങ്ങൾ ചെയ്തു എന്നത് ഒരു ദൈവമനുഷ്യൻ്റെ അനന്ത സാധ്യതകളെ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയും, കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് അങ്ങനെ ഒരു ജീവിതം ഞങ്ങൾക്കങ്ങ് നൽകണമേ. ദാവീദിനെ പോലെ അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കർത്താവെ. ഞങ്ങൾക്ക് അങ്ങയെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമായിട്ട് വിലമതിക്കാൻ പലപ്പോഴും കഴിഞ്ഞിട്ടില്ല. ദാവീദിനെ പോലെ അങ്ങയെ സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങൾ പാപികളാണെങ്കിലും ഞങ്ങൾ അങ്ങയോട് ഏറ്റുപറയുന്നു, ഞങ്ങൾക്ക് ആരെ ചെറുക്കാൻ കഴിയും? ഞങ്ങൾ തീരെ ചെറിയവരാണല്ലോ. കർത്താവേ, ആരെതിര് നിന്നാലും ആര് പ്രതികൂലമായാലും അങ്ങ് ഏൽപ്പിച്ച നിയോഗം ധൈര്യത്തോടെ പൂർത്തിയാക്കാൻ ഞങ്ങൾക്ക് ആത്മധൈര്യവും വിശ്വസ്തതയും ദൈവം കൂടെയുണ്ടെന്നുള്ള വലിയ സംരക്ഷണത്തിൻ്റെ ബോധ്യവും തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വചനം ലഭിക്കാത്തത് മൂലം മൂർച്ഛിച്ചു വീഴുന്ന ഒരു ക്ഷാമം ഞങ്ങൾക്കുണ്ടാകരുതേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ചുറ്റും അങ്ങ് തിരുത്തൽ ശക്തിയായി നിർത്തിയിട്ടുള്ള എല്ലാവരെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ, കർത്താവേ, തകർന്നുപോയ ഞങ്ങളുടെ ജീവിതത്തെ, തോറ്റുപോയ ഞങ്ങളുടെ ജീവിതത്തെ, വീണുടഞ്ഞ ഈ മൺപാത്രത്തെ അവിടുന്ന് വീണ്ടും പണിതുയർത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും ഈ മകളെയും ഇപ്പോൾ അവിടുന്ന് സ്പർശിച്ച് ഇപ്പോൾ ബലപ്പെടുത്തി സുഖപ്പെടുത്തി അനുഗ്രഹിക്കണമേ എന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സുവിശേഷ ശുശ്രൂഷയായി കണ്ട് ഈ വചനവായനാ പദ്ധതിയെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിങ്ങൾ മറന്നുപോകരുതെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും നാളെ ഈ വചന വായനയുമായി നിങ്ങളുടെ അരികിലേക്ക് എത്തും വരെ മറക്കരുത്. ഞാൻ ഡാനിയലച്ചൻ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. സ്നേഹിക്കാം, പ്രാർത്ഥിക്കാം, ഈശോയെ പങ്കുവെക്കാം. നല്ലൊരു ദിവസം ആഘോഷപൂർവമായി ജീവിക്കാം. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.